സന്തോഷം, നിങ്ങൾക്ക് എന്നോട് മുൻ വൈരാഗ്യമുണ്ട് എന്ന് ഞാൻ പറയും. അതല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ കല്യാണ ചെറുക്കനെ കൊണ്ട് അവിടെ ലാൻഡ് ചെയ്യിക്കാനുള്ള നിങ്ങൾ എന്റെ ആദ്യ രാത്രി വീടിന്റെ ടെറസിന്റെ മേളിൽ കൊണ്ട് ഈ ഹെലികോപ്റ്റർ കൊണ്ടൊന്ന് ഇറക്കിയത് എന്തിന്? ചാമ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് എന്റെ കുറ്റമല്ല. ഇത് പിന്നെ ഇത് വണ്ടിയിൽ ഇന്ധനം തീർന്നു പോയ ചാമ, ഇന്ധനം തീർന്നു പോയി. ഇതിനകത്ത് ഇന്ധനമൊക്കെ അടിക്കൂ. പിന്നെ അല്ലാത്ത എന്തോന്ന്, ഈ ഹെലികോപ്റ്ററിന്റെ വാല് പൊക്കിയിട്ട് നുള്ളി കൊടുത്താൽ ഇത് ഓടും. ഇത് ഇന്ധനം വേണം. ഇന്ധനം ഇല്ലാതെ ഇത് എങ്ങനെയാ പോണത്? ഇത് 25,000 രൂപ പുളിങ്കുരൂർ എണ്ണി തന്നതേ ഇതിനകത്ത് ഇന്ധനം അടിക്കാനാണ്, അല്ലാതെ ഇതിന്റെ മൂട്ടിലെ ചന്ദനം തേക്കാനല്ല. മനസ്സിലായോ? എന്നാൽ കറക്റ്റ് ആയിട്ട് എന്റെ ആദ്യ ഭാര്യയുടെ വീടിന്റെ ടെറസിന് മേലെ തന്നെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യും. നിന്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവളിവിടെ കാന്തം വല്ലതും വെച്ചിട്ടുണ്ടോ? കാന്തോ? ഓ, നിന്നെ പിടിച്ചിറക്കാൻ വേണ്ടി ആകാശത്തൂടെ പറന്നു പോയ ഈ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഇവിടെ പിടിച്ചിറക്കാൻ വേണ്ടി കാന്തം വല്ലതും വെച്ചിട്ടുണ്ടോ? ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിനക്കിപ്പോ എവിടെയാണ് പോകേണ്ടത്? അത്യാവശ്യം എവിടെയാണ്? ഈ കല്യാണ മണ്ഡപത്തിൽ പോകണം. മണ്ഡപത്തിൽ കൊണ്ടിറക്കാന്ന് എന്നെ ഞാൻ പറയും. സത്യം, നീ ഒരു കാര്യം ചെയ്യും, ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി നേരെ ജംഗ്ഷനിൽ പോയി ഒരു വണ്ടി വിളിച്ചങ്ങ് പോയാ പോരെ. ആ സ്റ്റെപ്പിലിരുന്ന് പത്രം വായിക്കുന്ന ആരെന്ന് അറിയാമോ? ആര്? അവളച്ഛൻ. രാവിലെ 6 മണിക്ക് വരുന്ന പത്രമാണ്, വൈകുന്നേരം 9 മണിയായാലും പത്രം വായിച്ച് തീരില്ല. എന്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വായിക്കല്ല, പിന്നെ ഈ ഓരോരോ അക്ഷരങ്ങളെ പറക്കി തിന്നുമായിരിക്കും. ഇങ്ങനെ സംഭവം ഉണ്ടോ? അല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണ്ടെന്ന് പെട്ടെന്ന് ശരിയാക്കി തരാ. അല്ല, നിങ്ങൾ ശരിയാക്കൂല. കാര്യം എന്താണെന്നറിയാമോ? ഒരു കല്യാണ ചെറുക്കന്റെ വിഷമം ആർക്കും അറിഞ്ഞുകൂടാ. ആര്? കല്യാണ ചെറുക്കൻ. ചെറുക്കൻ എവിടേക്കണം? അല്ല, ചെറുക്കൻ ഞാൻ തന്നെ. കല്യാണ ചെറുക്കനെ പെൻഷൻ മേടിച്ച 4 പാസ്ബുക്കാണ് നീ കത്തിച്ചത്. നീ കല്യാണ ചെറുക്കൻ, നീ വേറെ ആരെങ്കിലും പറ. ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കണ്ട. ശരിയാക്കി തരാം മോനെ. ഇത് ഞാൻ പറപ്പിക്കാനല്ലേ നിക്കുന്ന, പറപ്പിക്കാൻ. നീ ഒന്ന് അടങ്ങടാ മോനെ. പച്ച സ്വിച്ച്, നീല 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 മഞ്ഞ സ്വിച്ച്. ഒന്ന് പറയട്ടാ, ഇത് വെപ്രാളം കാണിക്കാരിടാ. ശരിയാക്കണ്ട. പച്ച സ്വിച്ച്, മഞ്ഞ സ്വിച്ച്. അന്നാ കല്യാണം കഴിച്ചാണ് അണ്ണാ. പച്ച സ്വിച്ച്, നീല സ്വിച്ച്. അണ്ണാ കല്യാണം കഴിച്ചാണെന്നാണ് ചോദിച്ചത്. ഇവിടെ സ്വിച്ച് വരെ എണ്ണി തീർന്നില്ല. അതിന് മുമ്പ് എപ്പോഴാണ് കല്യാണം കഴിക്കണത്? പിന്നെ എങ്ങനെയാണ് ഇതിന്റെ സ്വിച്ച് എണ്ണി തീർന്നെങ്കിലേ കല്യാണം കഴിക്കാൻ സമയം കിട്ടും. ഭഗവാനെ, ഏത് നേരത്താണ് ഈ സൊനവണ്ടി വന്ന് കയറിയത്? എന്റെ ഭഗവാനെ. ചാമേ, എന്താടാ വിളിച്ച? സൊനവണ്ടിയാ? എന്റെ വണ്ടിയാ? സൊനവണ്ടിയാ? സൊനവണ്ടി അല്ലേ? അമ്മ, എന്റെ ആദ്യ ഭാര്യ വരുമ്പോഴേ പാക പ്രശ്നമാവണ്ട. അവക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഭയങ്കര നാക്കാണെന്ന്. പിന്നെ ഭയങ്കര ചീത്തവിളിയും ബഹളമാണ് എന്റെ ആദ്യം കളഞ്ഞിട്ട് ഞാൻ പോയത്. അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ പോകണ്ടോ? അതുകൊണ്ട് അപ്പുറത്ത് 2 ഗുണ്ടകൾ താമസം ഉണ്ടായിരുന്നു. എവളെ ചീത്തവിളി കേട്ട് അവന്മാര് സ്വത്തും പെരേടും എല്ലാം അവളെ പേന എഴുതി കൊടുത്തു. 10 പൈസ അവന്മാർ മേടിച്ചു. അതെന്തോ തരവിളി അത്? അങ്ങനത്തെ വിളിയാണ്. പിന്നെ എനിക്ക് അവളെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം. എന്താ കാര്യം? എന്താ? രാത്രി നമ്മൾ കിടക്കുമല്ലോ, കട്ടിൽ കിടക്കുമല്ലോ, ഇവൾ ഉറങ്ങത്തില്ല. ഓരോരുത്തരും ഉറങ്ങുന്നെന്നും പറഞ്ഞാണ് പരാതി. ഇവിടെ ഉറങ്ങത്തില്ലെന്നും പറഞ്ഞ അതും പരാതിയാ. അതല്ല, ഇവള് ചുമ്മാ വളവള സംസാരിച്ചിട്ടിരിക്കുന്നു വിളിക്കുന്നവരാ. അതിന് നിനക്കെന്ത്? എനിക്കടുത്ത് ഉറങ്ങണ്ട എണ്ണ. നീ എന്തിനടാ ഈ 2-3 ഒക്കെ കെട്ടണത്? ഉറങ്ങണമെന്നോ? ഉറങ്ങാൻ വേണ്ടി കണ്ണനൊരു മാലയ്ക്കായി. എന്താടാ എന്റെ ആദ്യ ഭാര്യയാണ് വരുന്നത്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ എണ്ണ? തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, കെട്ടാത്ത നൂലിൽ കെട്ടി തന്തരന്തരാരീരോ. ബാൻഡ് മേളക്കാർ ഇവിടെ എന്തോ പരിപാടി? അപ്പൊ പള്ളിയിൽ ഒരു ചെറിയ പരിപാടി. അതിനിത് പാരിഷ്കാളല്ല ഇത്. അയ്യോ, ഇതെന്തോന്ന് ഹെലികോപ്റ്ററാ? എന്റെ പൊന്നമ്മച്ച, സർക്കാർ ഇന്ന് കിട്ടിയ വീടാണ്. വീട്ടിന്റെ വണ്ടിയിൽ ഹെലികോപ്റ്റർ കൊണ്ടുവച്ച് എന്റെ വീട് മൊത്തം നശിപ്പിക്കാൻ പോണേ. അല്ല, ഇത് ഞാൻ പോണെ കൊണ്ടുപോകുന്നുണ്ട്. ഇതെന്റെ വീടാണ്. എന്റെ വീട്ടിൽ ഇവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവച്ച് എന്തിന്? ഞാൻ മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ടല്ലോ. അതല്ലേ ശ്യാമേട്ട എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അത് കല്യാണം നടന്ന സമയത്ത് എന്നെ എന്റെ മക്കളെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം നീ വെറും ശ്യാമാണ്. യവനന്റെ ലോട്ടറി അടിച്ചതിന് ശേഷം എന്നെയും വേണ്ട, എന്റെ മക്കളെയും വേണ്ട, കൊണ്ടു കളഞ്ഞിട്ട് പോയിരിക്കുന്നു. ഇപ്പൊ ഞാൻ എന്റെ കുടുംബം അനാഥരായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇതിന്റെ സ്വിച്ച് എവിടെ വെച്ചേക്കുന്ന? നിർത്താനുള്ള അത് അറിയാമെങ്കിൽ ഞാൻ വേറെ പോയി കെട്ടുമായിരുന്നു. നീ ഇപ്പൊ എന്റെ വീട്ടിന്റെ മണ്ടേ കയറി വന്ന് നിൽക്കുന്നത് ജോസ് പ്രകാശ് അറിഞ്ഞ എന്ത് പറയടാ? ജോസ് പ്രകാശ് എന്ത് പറയടാ? ജോസ് പ്രകാശ് എന്ത് പറയടാ? ജോസ് പ്രകാശ് എന്ത് പറയും?
പുള്ളി വേറെന്ത് പറയാൻ ആരാ ടെറസിന്റെ മുകളില് ഒരു ഹെലികോപ്റ്റർ കൊണ്ട് ഇട്ടേക്കുന്ന ജോസ് പ്രകാശ് അങ്ങനെയല്ലേ പറയുന്ന ഹലോ മിസ്റ്റർ. അയ്യോ എന്റെ അനിയൻ ജോസും പ്രകാശും അത് അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ എനിക്കറിയാം. എന്റെ ബാലമാമനാണ് നീ ഇവിടെ നിൽക്കുന്നത് കണ്ട നിനക്കറിയോ? ഇത്രയും താടിയുള്ള ഒരാളാണ് എന്റെ വലിയ ഇത്രയും താടിയുള്ള ബാലൻ? ഇത്രയും താടിയുള്ള ബാലമാമൻ ആണല്ലേ? എന്നാ ഇതിവിടെ വായിച്ചിട്ട് ഇങ്ങനെ കുരങ്ങലിക്കാൻ പറയാത്ത ഇവിടെ ഒരു ദ്രോഹം ചെയ്തു. എന്റെ കാര്യം പറയാൻ മനസ്സിലായില്ലേ? ഇവിടെ ഏറ്റവും വലിയ ദ്രോഹം ഒരു ഭർത്താവ് സഹിക്കാത്ത ദ്രോഹമാണ്. ഞാൻ ഒന്ന് കിടന്നുറങ്ങിയപ്പോ പച്ച മണൽ വെട്ടി ഇവിടെ എന്നെ അടിച്ചെണ്ണ. എന്റെ സഹോദരി അത് മോശമാണ് കേട്ടോ. ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ മണൽ വെട്ടി അടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അത് ഞാൻ സമ്മതിക്കത്തില്ല. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും. എവിടെയാണ് കിടന്നുറങ്ങിയെന്ന് ചോദിച്ചു നോക്ക്. എവിടെയാണ് കിടന്നു? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി അടുക്കളയിൽ കിടന്നപ്പം അവൾ അറിയാതെ ചെന്ന് ചുരുങ്ങി അങ്ങ് കിടക്കുന്നു. ഞാൻ നോക്കിയപ്പം അടുപ്പണഞ്ഞിട്ടില്ല. സാമ്പാർ കിടന്ന് തിളയ്ക്കുന്നു. കൊടുത്തടി ഞാൻ അവന് കൊടുത്ത്. ഞങ്ങൾ ലോട്ടറി അടിച്ചപ്പോഴാണ് എന്നെ എന്റെ 2 മക്കളെയും വേണമെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയത്. പെണ്ണ് കാണാൻ വന്നതിന്റെ അടുത്ത് ഒരു കള്ളത്തരം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചു നിനക്ക് എന്താ ജോലി എന്ന്. അന്ന് ഞാൻ ചേട്ടാ വിളിക്കുന്നത്. ചേട്ടന് എന്താ ജോലി എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയാണ് ഡബ്ബിംഗ് ആണെന്ന്. ഷമ്മീത്തിലെ കണ്ടു കൂടാ. സിനിമാ ലോകമല്ലേ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മള് വിശ്വസിക്കണം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ? രാത്രി ഞാൻ പറഞ്ഞു ഒന്ന് ഡബ്ബിംഗ് കാണിച്ചു വരുമോ എന്ന് ചോദിച്ചു. തട്ടിന്റെ അടിയിൽ നിന്ന് റബ്ബർ വെട്ടണ ഒരു കത്തിയും ഒരു ലൈറ്റും എടുത്ത് എന്നെ അപ്പുറത്തെ ചാന്തച്ചേച്ചിയുടെ റബ്ബർ മളയെ കൊണ്ട് ചെന്നിട്ട് വെട്ടോട് വെട്ട്. ഞാൻ ചോദിച്ചത് എന്തോന്നെന്ന്. അപ്പൊ ഇവൻ പറയണ് ഇതാണ് ടാപ്പിംഗ് എന്ന്. അത് ഒരാൾ പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഷമ്മി തിലകന്റെ വീട്ടിലാണ് എനിക്ക് ടാപ്പിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഭഗവാനെ, കല്യാണം കഴിച്ചത് അന്ന് മുതൽ ഞാൻ ഇയാളെടുത്ത് മിണ്ടിയിട്ടില്ല. മണ്ഡപത്തിൽ വെച്ച് ഞാൻ മിണ്ടിയിട്ടില്ല. ആണല്ലേ? സത്യം. അതിരാത്രി ഞാൻ മുറിക്കകത്ത് എനിക്കിപ്പോഴും മിണ്ടിയിട്ടില്ല. ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. എന്റെ കയ്യിൽ ഒരു ഈന്തപ്പഴം തന്നു കഴിക്കാൻ. ഞാനത് കഴിച്ചു. 10 മാസം വരെ ഇങ്ങനെ എടുത്ത് ഞാൻ മിണ്ടിയിട്ടില്ല. ദൈവത്തിന്റെ തുണയാണോ ദൈവത്തിന്റെ ചൈതന്യമാണോ എന്ന് എനിക്കറിയില്ല. 10 മാസം കഴിഞ്ഞപ്പോ എന്റെ അപ്പുമോനെ എനിക്ക് കിട്ടി. എങ്ങനെയാണോ എന്തോ. ഈ ഈന്തപ്പഴം തന്നെന്ന് പറഞ്ഞില്ലേ? നീ ഈന്തപ്പഴത്തിനകത്ത് കുരുവിന് പകരം അപ്പമോനായിരുന്ന? അല്ല ഞാൻ ചോദിച്ചാണ്. അല്ല ഞാൻ അല്ല 2 വയസ്സുള്ള സമയത്ത് എന്റെ അപ്പുക്കുട്ടൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിദ്യാഭ്യാസം വിവരമില്ല. ചോദിച്ചെന്റെ മകൻ എനിക്കൊന്ന് ടൂറിന് പോണോന്ന്. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ മുറ്റത്ത് കൊണ്ടിരുത്തിയിട്ട് ഒരു ബക്കറ്റും വെള്ളം എടുത്ത് കൊടുത്തിട്ട് പറയാണ് അയക്കോ. ശ്യാമേ, നാണക്കേടല്ലേടാ. എടാ നമുക്കിപ്പോ കൊച്ചുങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അറിവില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ ആരെയും നേടിയെടുക്കണം. ഉദാഹരണത്തിന് എന്റെ വീട്ടിലൊരു ബോലോറാം എന്ന് പറഞ്ഞൊരു ബംഗാളിയുണ്ട്. എനിക്കാണെങ്കിൽ ഇവനെ ഡീൽ ചെയ്യാൻ ഹിന്ദി ഭാഷ അറിഞ്ഞൂടാ. ഹിന്ദി അറിയാൻ വേണ്ടി ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ഇവന് ദക്ഷിണ കൊടുത്തിട്ട് ഞാൻ ഹിന്ദി പഠിക്കുവാണ്. ഇപ്പൊ അറിയാം. എന്നിട്ട് നിങ്ങൾ ഹിന്ദി പഠിച്ചാ? ഇല്ല, അവൻ മലയാളം പഠിച്ചു തുടങ്ങി. നിങ്ങൾ ഒന്നും പഠിച്ചില്ല ദക്ഷിണ കൊടുത്തിട്ട്? ഞാനിപ്പോ നല്ലതുപോലെ ശംപു വയ്ക്കും, പാൻപരാഗ് ചവയ്ക്കും. ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കണ്ടേ. ഇതെല്ലാം സഹിക്കും. 2 പിള്ളേരെ കളഞ്ഞിട്ടാണ് അവൻ ഇവിടുന്ന് പോയത്. എന്റെ മകൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന്റെ പഠിത്തത്തിന് വേണ്ടി ഞാൻ മൈക്കാട് പണിക്ക് പോകും. ചട്ടി കാലി വീണതാണ്ട് ഇത്രേ നീരായി. ഇവിടെ +2 പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ അവൻ പഠിച്ചോണ്ടിരുന്നപ്പം ഞാൻ തട്ടിന്റെ പണിക്ക് പോയായിരുന്നേ. കമ്പി വന്ന് കാലി തട്ടി. അപ്പം മോൻ പറഞ്ഞു അമ്മ ഞാൻ ഈ +2 പോണില്ല, പഠിത്തം നിർത്താന്ന്. ചെറുക്കനെയൊക്കെ ഡിഗ്രി വരെ വിടണ്ടായിരുന്ന പഠിത്തം പെട്ടെന്ന് അങ്ങ് നിർത്തല്ലേ. നമ്മൾ അന്നത്തെ പൈസയുടെ ബുദ്ധിമുട്ട് വല്ലതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ അടുത്ത് ചോദിക്കാറ്. നിങ്ങൾ അത് ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരുന്ന എങ്ങനെ അറിയുന്ന? നിങ്ങൾ എവിടെ പുളുവും കേട്ട് നിൽക്കണം. തുറന്ന് പുളിയോ പറയുള്ളൂ. എന്താ പറ്റി? അതൊക്കെ കേൾക്കണം. ഇവനെ കെട്ടണ്ടായിരുന്നു. ഇവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കൊരു പയ്യനായിട്ട് ചെറിയൊരു പ്രേമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പയ്യേ തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലുള്ള ഒരു പയ്യൻ. ചുമ്മാ പുളു ഞാനല്ല വേറെ. നല്ലതുപോലെ പാടും, കഥ എഴുതും, അഭിനയിക്കും. ആരാണ്? എന്നെ ഒരുപാട് ഇഷ്ടമുള്ള പയ്യനായിരുന്നു. അല്ല ആര് മനസ്സിലായില്ല. കമലഹാസൻ. എനിക്ക് കുണം വരുന്ന ഇതാണ്. എനിക്ക് ഇത്രയും സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അത് ഒരു കാര്യം ചെയ്. കമലഹാസൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതൊന്നും അവിടെ ചെന്ന് പറഞ്ഞാണ്. അങ്ങറ്റത്തോട്ട് പോ. ഞാൻ പറയുമ്പോ ഞെക്കുമ്പോ പറയണം കേട്ടാ. റെഡി തന്നെ? എന്നെ കമലഹാസന് ഭയങ്കര ഇഷ്ടാണ്. ഒന്നുകൂടെ അപ്പർ സൈഡിൽ നിന്ന് പറഞ്ഞു നോക്കാം. എന്നെ കമലഹാസന് ഒരുപാട് ഇഷ്ടമാണ്. എന്തിനാ ഇങ്ങനെ ചോദിക്കണേ? ആ തള്ളല്ലേ ഇതങ്ങ് പൊങ്ങണമെങ്കിൽ പൊങ്ങട്ടെന്ന് വിചാരിച്ചു. ഞാനേ ഇതിൽ കയറി അങ്ങ് പോയെന്തെന്ന് ഇതായിരുന്നു ശരിയാക്കിയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ആര് വിളിച്ചോണ്ടിരിക്കുന്നത്? എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എവിടെന്ന്? മണ്ഡപത്തിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് പോണോന്ന്. അവന് മണ്ഡപത്തിലോട്ട് പൊക്കോളാൻ വയ്യ. നിങ്ങൾക്കറിയോ എന്റെ പുറകെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ എന്റെ പുറകെ വന്നതാ തന്നെ. പിന്നെ 18ാമത്തെ വയസ്സിൽ ഞാൻ അമ്പലത്തിൽ ചെന്നിങ്ങനെ തൊഴുതോണ്ട് നിന്നപ്പം എവന്റെ ഒരു മാമന്റെ മോളുണ്ട്, റാക്കമ്മ. അവള് ഇവനും കൂടി അമ്പലത്തിൽ വന്ന് എന്നെ കണ്ടു. ഞാൻ ഇപ്പഴത്തെ കണക്കല്ലേ അന്നിത്
ഉള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നിൽക്കിപ്പം എന്നെ കണ്ടിട്ട് ഇവിടെ മാമന്റെ മോളുടെ അടുത്ത് കൊച്ചു കൊച്ചു റക്കുമ്മ ആ പെണ്ണ് വേണോ, അങ്ങനെ വേണോന്ന് കൊടുസായി റക്കുമ്മ ആ പെണ്ണ് വേണോ, നിങ്ങളാ അങ്ങനെയാണ് എന്നെ കെട്ടിയത്. ഈ സമയത്ത് ഈ അമ്പലത്തില് ഈ ആലിന്റെ മൂട്ടില് ഈ AR റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി വല്ലതും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്ന? അല്ല, ഇങ്ങനെ ഒരു പാട്ട് തമിഴ്നാട്ടിലുണ്ട്. അത് അയ്യോ, അത് ഞാന് കന്യാകുമാരിയിലും മങ്കാട്ടൂലൊക്കെ പോയ സമയത്ത് കുടം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. ആണല്ലേ? അങ്ങനെ തമിഴന്മാർക്ക് കിട്ടിയതായിരിക്കും. അതാണ്. നമുക്ക് ഉടനെ പോണ്ടേ? നമുക്ക് അവരെ കൊണ്ട് നീ പോവടാ. അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ നീ രജനിയെ നിനക്ക് അറിഞ്ഞൂടാ. രജനിയെ നിനക്ക് അറിഞ്ഞൂടാ. ആര് പറഞ്ഞേ? നിനക്ക് രജനിയെ അറിഞ്ഞൂടാ. എനിക്കറിയാം രജനിയെ. എനിക്കറിയാവുന്ന രജനിയല്ല. ഞാൻ നോക്കട്ടെ. ഇപ്പൊ മണ്ടാത്തി എത്തണം, അത്രയല്ലേ ഉള്ളൂ. നോക്കാം. കേറിക്കോ. നിങ്ങളെ പറഞ്ഞ ഈ പറഞ്ഞ അവനെ വിളിച്ചോണ്ട് പോ. അയ്യോ, വരുന്നില്ല. അതാ ഇവിടെ നിൽക്കണ. വാ, കേറ്. അത് ശരി, സ്റ്റാർട്ട് ആവുന്നില്ലല്ലേ? ഒന്ന് ഞെക്ക്. സ്റ്റാർട്ട് ആവുന്നുണ്ടോ? സ്റ്റാർട്ട് ആവുന്നില്ല. രണ്ട് ഞെക്കടാ. രണ്ട് ഞെക്കി. സ്റ്റാർട്ട് ആവുന്നുണ്ടോ? സ്റ്റാർട്ട് ആവുന്നില്ല. മൂന്ന് ഞെക്കടാ. മൂന്നിലേക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ഇല്ലേ? മൊബൈൽ ഇട്. 96 ഞെക്ക്. 96 16 ഞെക്ക്. 16 22 22 10 11 10 11 ഞെക്കിയാ? ഞെക്കി. ആട്ടോ സതീഷ് വന്നാ ട്രൂ കളറില്. എന്തിനാ ആട്ടോ വിളിച്ചിട്ട് ഇറങ്ങിപ്പോ. നീ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ മണ്ടേ കൂടെ വണ്ടി കയറ്റിക്കൊണ്ടേ പോകത്തുള്ളൂ. ഇത് എന്തോ പറയാനെന്ന് പറ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് കിടന്നാ എങ്ങനെ പോണത്? പിന്നെ അല്ലെങ്കിൽ ഇയാളങ്ങ് മറിക്കും. നീ ഇവിടുന്ന് പോവടാ. ഞാൻ പോവൂടി. എന്റെ മക്കളെ കാണാതെ ഇവിടുന്ന് പോവടാ. ഞാൻ പോവൂടി. നീ പോവോ? ഞാൻ പോവോന്ന് പറഞ്ഞാൽ പോവും. നീ പോവോ? ഞാൻ പോവോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോയിരിക്കും. നീ പോവടാ. നീ പോവടാ. ഞാൻ പോവോടി. നീ പോവടാ. ഞാൻ പോവോടി. നീ പോവടാ. പോവോടി. നീ പോവടാ. ഞാൻ പോവോടി. നീ പോവടാ. പോവടാ. ഞാൻ പോണോടി. നീ പോവടാ. പോണോ? പോവടാ. ഞാൻ പോണില്ല. മക്കളെ കാണാതെ പോവടാ. ചോറ് കഴിക്കണടാ. ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് മക്കളെ സ്കൂളിൽ കൊണ്ടാക്കണം. അതെന്തിന്? നമ്മളെന്തിന് ശല്യത്തിന് മക്കളെ എത്തുന്ന ഇവിടെ? ശ്യാമേ, അപ്പൊ ഞാൻ പോവും അങ്ങോട്ട് കേട്ടോ. അല്ല, ഞാൻ പോണു. അപ്പൊ ഈ ഹെലികോപ്റ്റർ അത് ഞായറാഴ്ച വന്നിട്ട് പൊക്കാൻ നോക്കാം. പൊക്കണേ കൊണ്ടുപോവാ. അപ്പൊ ഞാനാ എൻജോയ് ചെയ്യടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.